എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു? മഴ സമയമാണല്ലേ, എല്ലായിടത്തും നല്ല മഴയുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങളെല്ലാവരും എന്നോട് കാണിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ റെസിപ്പിയാണ്. കിച്ചണിൽ പോകാൻ നോക്ക്. എൻ്റെ ഇന്നത്തെ വിശേഷം ഞാൻ ഈ ഒരു കപ്പ കൊണ്ട് എങ്ങനെ അവിയലുണ്ടാക്കാം എന്നാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ കപ്പ അവിയലിന് വേണ്ടിയിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനെ ഇനി വെള്ളം ഒഴിച്ച് കഴുകി ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിനെ നിറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് തിളപ്പിക്കാൻ പോവുകയാണ്. നല്ലതുപോലെ വേഗം സമ്മതിക്കില്ല. ഒരു 75% ആകുമ്പോഴേക്ക് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റാം. കപ്പ ഒരു 75% വെന്ത് കഴിഞ്ഞു. 100% വേഗം ഞാൻ അനുവദിച്ചില്ല. ബാക്കി നമുക്ക് ഈ അവിയലിൽ കിടന്ന് വേണം. അതിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റിയാണ്. എല്ലാം അങ്ങനെ മാറ്റിയിട്ട് ഇതിലേക്ക് വേണ്ടി അരയ്ക്കുന്നതിന് വേണ്ടി എടുത്ത് വച്ചേക്കുന്നതാണ് ഇത്. കുറച്ച് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം, ഇത്രയും മാത്രം. ഇതിനെ ഞാൻ മിക്സിയിൽ വെച്ച് ഒന്ന് ഒതുക്കി എടുത്തിട്ട് ഇതിനോട് ചേർത്ത് ഗ്യാസിൽ വെച്ച് കുറച്ച് സമയം കൂടി വേവിക്കുന്നതായിരിക്കും. ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ജാറിൽ വെച്ച് ഒതുക്കി കപ്പയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയിൽ ചേർത്തു. എന്നിട്ട് ജാർ കഴുകി ഇച്ചിരി വെള്ളം കൂടി ചേർക്കുന്നു. അതിനോടൊപ്പം ആവശ്യത്തിനുള്ള കല്ലുപ്പ്. ഞാനിവിടെ കല്ലുപ്പേ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ. കല്ലുപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി ഇതിനെ കുഴച്ച് വെച്ച് ഒന്ന് ഗ്യാസ് കത്തിച്ച് വെച്ചിട്ട് വെന്ത് കുറുകി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങാം. കപ്പയൊക്കെ റെഡിയാവും. ഗ്യാസിലേക്കിട്ട് കപ്പ അവിയൽ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. റെഡിയാറായി. ഇനി അത് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു പീസ് എടുക്കുമ്പോൾ നല്ല വെന്ത കണക്കി അങ്ങനെ ഇരിക്കും. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു ഒന്നും കൂടെ ഇളക്കി വാങ്ങാം. കറിവേപ്പില ഉണ്ടെങ്കിൽ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ നമുക്കിടാം, ഇഷ്ടമുണ്ടെങ്കിൽ. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കപ്പ അവിയൽ ഇനി കുറച്ച് ഒരു 2 മിനിറ്റ് കൂടെ ഇരുന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വാങ്ങി ഉപയോഗിക്കാം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.